അഭിവന്ദ്യ പോളികാർപ്പോസ് മെത്രാപ്പൊലീത്ത, അഭിവന്ദ്യ സേവേറിയോസ് മെത്രാപ്പൊലീത്ത, വന്ധ്യ കോറപ്പിസ്കോപ്പ അച്ഛന്മാരെ, ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയ സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയ കുഞ്ഞുമക്കളെ, ഫാദർ KS സക്കറിയ, കുറ്റിക്കാട്ട് കുടുംബത്തിൻ്റെ അഭിമാനം, ഞങ്ങളുടെ അച്ചാച്ചന് 50 ആണ്ട് നീണ്ടുനിന്ന ഈ പൗരോഹിത്യത്തിൻ്റെ നിറവിൽ എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. ഇവിടെ അച്ചാച്ചനെ പരിചയപ്പെടുത്തിയപ്പോൾ സൂചിപ്പിച്ചൊരു കാര്യം, ഒരു പുരോഹിതനാകണമെന്ന് തീരുമാനിക്കപ്പെട്ട് ആ ആവശ്യം വീട്ടിൽ അറിയിച്ചപ്പോൾ വീട്ടിലത് സമ്മതിച്ചില്ല. നിരാഹാരം അനുഷ്ഠിച്ചിട്ടാണ് മാതാപിതാക്കളെ കൊണ്ടത് സമ്മതിപ്പിച്ചത് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഈ ആഗൂരിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട് സദൃശ്യവാക്യങ്ങളിൽ. ആ പ്രാർത്ഥനയിൽ സമ്പത്തും ദാരിദ്ര്യവും എനിക്ക് തരരുതേ, നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഭയപ്പെടുന്ന മാതാപിതാക്കളായിരുന്നു, ഭയമായിരുന്നു. ഒപ്പം 70 വർഷം കുഞ്ഞുങ്ങളെ ക്രിസ്തുവിൻ്റെ സുവിശേഷം പഠിപ്പിച്ച ഒരു പിതാവിൻ്റെ മകൻ, പാതിരാത്രിയുടെ യാമങ്ങളിലിരുന്ന യാമപ്രാർത്ഥനകൾ കാണാതെ ചൊല്ലുന്ന ഒരു പിതാവിൻ്റെ മകൻ, ദൈവവിളി ലഭിച്ചില്ലെങ്കിലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ. പക്ഷേ പൗരോഹിത്യത്തെക്കുറിച്ച് വലിയ ഭയമായിരുന്നു. വളരെ അകലെ നിന്നേ കണ്ടിട്ടുള്ളൂ. ആ പൗരോഹിത്യത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള പേടി, എൻ്റെ മകനത് താങ്ങാൻ കഴിയുമോ, ആ വിശുദ്ധിയുടെ പരിവേഷത്തിലേക്ക് കടന്നു വരാനുള്ള അർഹത എൻ്റെ മകനുണ്ടോ എന്നുള്ള ഒരാശങ്ക ആ മാതാപിതാക്കൾക്കുണ്ടായിരുന്നു. ആ വേദനയുണ്ടായിരുന്നു, ആ സങ്കടമുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഏറെ അഭിമാനകരമായ ഒരു തീരുമാനത്തിലേക്കാണ് മകൻ എടുത്തിട്ടുള്ളത് എങ്കിലും ആ വലിയ ദൗത്യം നിർവഹിക്കാൻ കഴിയുമോ എന്നുള്ള ഒരാശങ്ക ആ മാതാപിതാക്കളെ, ആ കുടുംബത്തെ ഒന്നടങ്കം വേദനിപ്പിച്ചിരുന്നു. കാരണം ഈ മഹത്വത്തെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് അവർക്കുണ്ട്. പൗരോഹിത്യം എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ രണ്ടാമത് ജനിച്ചാൽ മാത്രമേ ഒരു പുരോഹിതനാകാൻ കഴിയുള്ളൂ. ഒരു സാധാരണ മനുഷ്യന് ഒരിക്കലും ഒരു പുരോഹിതനാകാൻ കഴിയില്ല. നമുക്കറിയാം, പുരോഹിതൻ ഒരിക്കലും ഇങ്ങനെ പുരോഹിതനായിട്ടല്ല ജനിക്കുന്നത്. അങ്ങനെയുള്ളൊരു ജീവിയുണ്ട് ലോകത്ത്, ചിത്രശലഭം. ജനിക്കുന്നത് പുഴുവായിട്ടാണ്. പുഴുവായിട്ട് ജനിച്ച് പുഴുവായിട്ട് തന്നെ മരിച്ചു പോകുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ഒരു രണ്ടാം ജന്മം കൈക്കൊള്ളുന്നുണ്ട്. പുഴുവിൽ നിന്നുള്ളൊരു പരിവർത്തനമുണ്ട്. ആ പരിവർത്തനത്തിന് ഒരു കൊക്കൂണിൽ കയറി പുറത്തു വരണം. പുഴുവിൻ്റെ ശരീരം നമുക്കറിയാം, അറപ്പും വെറുപ്പും ചൊറിച്ചിലും ഉണ്ടാക്കുന്നതാണ്. ആ ശരീരത്തെ ഉപേക്ഷിക്കുകയാണ് ആ കൊക്കൂണിൻ്റെ അകത്ത് വെച്ച ആ ചിത്രശലഭം. ഈ ലോകത്തിൻ്റെ സകല സുഖ സൗകര്യങ്ങളെയും ഒഴിവാക്കുകയാണ്, ഉപേക്ഷിക്കുകയാണ്. അങ്ങനെ ഉപേക്ഷിച്ച് വർണ്ണച്ചിറകുകളുമായി കൊക്കൂൺ വിരിഞ്ഞ് ചിത്രശലഭങ്ങളായിട്ട് മാറും. അങ്ങനെയാണ് ഒരു പുരോഹിതൻ രൂപാന്തരപ്പെടുന്നത്. അങ്ങനെയാണ് ഒരു പുരോഹിതൻ രൂപാന്തരപ്പെടേണ്ടത് എന്ന് നന്നായി തിരിച്ചറിയാവുന്ന ഒരു മാതാപിതാക്കൾ അവർ ഭയപ്പെട്ടിരുന്നു. ആ ഭയപ്പാടിന് ഒരു കുഴപ്പവുമില്ലാത്ത രൂപത്തിൽ ഈ കഴിഞ്ഞ 50 വർഷക്കാലം തൻ്റെ കയ്യൊപ്പ് എവിടെയാണോ പതിഞ്ഞത്, ആരിൽ നിന്നാണോ ലഭിച്ചത്, ആ കയ്യൊപ്പിന് ഒരു കളങ്കവും വരുത്താതെ, വ്യക്തിഗതമായ ഒരുപാട് നഷ്ടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായപ്പോഴും നൂറുകണക്കിന് പള്ളികൾ തൻ്റെ സ്വന്തം ഭദ്രാസനത്തിലുണ്ടായി. ചെറിയ ഒരു തീരുമാനം ഒന്ന് മാറ്റിയെടുത്താൽ മതി. അദ്ദേഹത്തോടൊപ്പം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പട്ടമേറ്റ പലരും അത്തരത്തിലുള്ള തീരുമാനങ്ങൾ മാറ്റിയവരുണ്ട്. പക്ഷെ തൻ്റെ കയ്യൊപ്പിൻ്റെ ബലത്തിൽ, ആ കയ്യൊപ്പിൻ്റെ ഒപ്പം നിന്ന് എന്ത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ തനിക്ക് ദൈവം കരുത്ത് പകരുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഭ്യമായ സ്ഥലത്ത് പോവുകയാണ് ഉണ്ടായത്. ഞാൻ ഈ ഒരു മിനിറ്റ് കൂടി, വിൻസെൻ്റ് വാൻ ഗോഗ് എന്ന് പറയുന്ന ഒരു ചിത്രകാരനുണ്ട്. അദ്ദേഹം 37 വയസ്സ് വരെ ജീവിച്ചിരുന്നുള്ളൂ.
സൂര്യകാന്തി പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്നൊക്കെ പറയുന്ന ചിത്രങ്ങൾ പിന്നീടാണ് അതൊക്കെ ഫേമസ് ആവുന്നത്. അദ്ദേഹം ഒരു കാലത്ത് പാസ്റ്ററായിരുന്നു ഒരു സഭയുടെ. അദ്ദേഹം ഒരു കനിത്തൊഴിലാളികളുടെ അടുത്ത് ഇങ്ങനെ പാസ്റ്ററുടെ ജോലി ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ ആ പാസ്റ്ററെ ആരും തിരിച്ചറിയുന്നില്ല, അവരുടെ കൂടെ വരുന്നുമില്ല. ഒടുവിൽ അദ്ദേഹം കനിത്തൊഴിലാളിയായിട്ട് മാറി. കനിത്തൊഴിലാളിയായിട്ട് മാറിയിട്ട് അവരെ വിളിച്ചു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അവർ വരുന്നു, പ്രാർത്ഥനയ്ക്ക് വരുന്നു. നമുക്കറിയാം മേഴ്സി മാത്യു എന്ന് പറയുന്ന കോട്ടയംകാരി ദയാബായി ആയി മാറുന്നത് അവർ ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ വേണ്ടി ആദിവാസികളുടെ വേഷം ധരിക്കുകയാണ് ചെയ്തത്. അച്ഛൻ 1975 അവിടെ ചെല്ലുമ്പോൾ അവിടെ കുടിയേറ്റ മേഖലയാണ് സൂചിപ്പിച്ചു. ഒരു കർഷകനായി മാറുകയാണ്. ഒരു കുടിയേറ്റ കർഷകന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അദ്ദേഹവും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരിൽ ഒരാളായി മാറുകയാണ്. അങ്ങനെയാണ് അവരിൽ ഒരാളായി മാറിയത് കൊണ്ട് തന്നെയാണ് അച്ഛന് ഇത്രമാത്രം ശോഭിക്കാൻ കഴിയത്. ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇടുക്കിയിൽ 2-3 പ്രാവശ്യം ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിലൊക്കെ അയ്യപ്പൻ കോവിൽ വില്ലേജുകളിലും അതുപോലെ തന്നെ മാട്ടുകെട്ട പ്രദേശങ്ങളും മുണ്ടിയരുമ പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ പോകുമ്പോൾ എനിക്ക് വളരെ അഭിമാനത്തോടു കൂടി സക്രിയാച്ചൻ്റെ പെങ്ങടെ മകനാണ് എന്ന് പറയാൻ കഴിയുമായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതം അത്രയേറെ ശോഭയാർന്നതും ഈ ഔദ്യോഗിക ജീവിതം അത്രയേറെ പൗരോഹിത്യ ജീവിതം അത്രയേറെ ശോഭ പരത്തുന്നതും നിറം നൽകുന്നതും ലോകത്തിന് സന്തോഷം നൽകുന്നതുമായ ഒരു ചിത്രശലഭമായിട്ട് തന്നെയാണ് അദ്ദേഹം ശോഭിച്ചുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനവും സന്തോഷവും ഉണ്ട്. പുരോഹിതൻ എന്ന വാക്ക് മുന്നിൽ നിന്ന് നയിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് മലയാളത്തിൽ സംസ്കൃതത്തിൽ നിന്ന് വന്നതാണ്. ഇംഗ്ലീഷിൽ അതിന് ഫ്രീസ്റ്റ് എന്നാണ് പറയുന്നത്. ഫ്രീസ്റ്റ് എന്ന വാക്കിന് പാലം പണിയുന്നവൻ എന്നാണ് അർത്ഥം. അങ്ങനെയും ഒരു അർത്ഥമുണ്ട്. പാലം പണിയുന്നവൻ എന്നുള്ള വാക്കാണ് അർത്ഥം. 50 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാലം പൊളിഞ്ഞു കിടക്കുന്നൊരു പാലമാണ്. പണിയാൻ കഴിഞ്ഞിട്ടില്ല, കൂട്ടിയോജിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. കയ്യെത്തും ദൂരത്തായിരുന്നു അന്ന്. ഇന്ന് കയ്യെത്തും ദൂരത്തല്ല, വിളിച്ചാൽ വിളി കേൾക്കാൻ കഴിയാത്ത, നോക്കിയാൽ കാണാൻ കഴിയാത്ത ദൂരത്തിലേക്ക് ആ വിടവ് വർദ്ധിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും പാലം പണിയാൻ കഴിയുന്ന ക്രിസ്തുവിൻ്റെ സുവിശേഷം എപ്പോഴും കയ്യിൽ പിടിക്കുന്ന ഒരു സമൂഹത്തിന് തീർച്ചയായിട്ടും നമ്മുടെ ഈ സഭയിലെ കലഹങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കഴിയും. ഔദ്യോഗിക ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ പോസ്റ്റ് ഈ പള്ളികളുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട് പോകേണ്ട ഒരു സങ്കടം എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ അങ്ങനെ സങ്കടപ്പെട്ട് നിന്നിട്ടുണ്ട്. അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ മറ്റ് ഇതര സഭക്കാർ, ഇതര സമുദായക്കാരൊക്കെ ഇപ്പോൾ ക്രിസ്തുവിൻ്റെ നാമത്തിലാണല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ കളിയാക്കുമ്പോൾ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും പാലം പണിയാൻ നമുക്ക് കഴിയും. ദൈവം അതിനെ അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് അച്ഛന് ഈ 50 വർഷം പൗരോഹിത്യ ജീവിതം പൂർത്തിയാക്കാൻ കഴിഞ്ഞ അച്ഛന് അദ്ദേഹത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും സമാധാനപൂർണമായ ഒരു ജീവിതവും ഇനിയും നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.